സാധാരണ ഒരാളുണ്ടോ ഒന്ന് പത്രോസ് അഞ്ചേട്ട് അലറുന്ന ശ്രമമാണ് പത്രോസ്. പൗലോസ്യ പറയുന്ന അവനെ വായിന്ന് നിങ്ങൾ രക്ഷ. വെളിപ്പാട് 2:24 അവന് രഹസ്യങ്ങളുണ്ട്, പ്രദേശ പ്രബോധനങ്ങളുണ്ട്. കേട്ടോ? 2 Corinthians 10:19 അവന് തന്ത്രങ്ങളുണ്ട്. എഫേസ്യർ 4:11-12 അവന് സ്വർഗീയങ്ങൾ വസിക്കുന്ന ആത്മാക്കള് സാത്താന്റെ അവന്റെ കുട്ടില തന്ത്രങ്ങള്. കേട്ടോ? അവന് കുട്ടില തന്ത്രങ്ങൾ. കേട്ടോ? പെട്ടെന്ന് ആ ശബ്ദമായിട്ട് വന്നു അവാടിക്ക് വന്നു. ഇന്നാ നല്ല തിന്ന് അല്ലേ? ആ ദൈവം പറ അങ്ങനെയൊക്കെ പറയും. നീ തിന്നാ ദൈവത്തെ പോലെ അതിലും വലുതാവും. വളരെ വിശ്വസിച്ച കേട്ടോ? അതാണ് അവന്റെ ചിന്തകൾ. പൗലോസ് 2 Corinthians 11 3-4 ഭാഗ്യത്തില് ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ, സർപ്പം ഹവ്വയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചരിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. വ്യതിചരിക്കപ്പെടും, വിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെടും. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും അത് പ്രസംഗിക്കുകയോ, പൗലോസ്യ പറയണം, ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും അത് പ്രസംഗിക്കുകയോ. വ്യത്യസ്തപ്പെട്ട യേശുണ്ടോ? ഒറ്റ യേശുവല്ല, പക്ഷെ അവർക്ക് വ്യത്യസ്തപ്പെട്ട യേശുക്കളാണ് പ്രസംഗിക്കുക. പൗലോസ്യയെ കൂടി കേൾക്കുന്ന യേശുവാണ് യഥാർത്ഥത്തിലുള്ള ജീസസ്. നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ, വേറൊരുത്തം വന്നിട്ട് പറഞ്ഞിട്ട് അത് സ്വീകരിച്ചാൽ, നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. അനായാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം. ആരും പറയണ്ട, തന്നെ കിടങ്ങിപ്പോകും.